മുഴുവനും തുറന്നു പറയാൻ കഴിയാത്തത്ര സങ്കടത്തിന്റെ ഭാരം തലക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യയിലെ മുസൽമാന്റെയും പ്രതീകമാണത്. അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ കണ്ണീരൊപ്പിയിട്ടില്ലെങ്കിൽ ആ കണ്ണീര് ഇന്ത്യ രാജ്യത്തൊരു മഹാപ്രളയമായി ഈ രാജ്യത്തെ നാമാവശേഷമാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെക്കെതിരെ പോരാടാൻ രംഗത്ത് വരേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടാൻ രംഗത്ത് വരേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ഭീകരന്മാരെ തുറന്നു കാണിക്കാൻ നമ്മൾ രംഗത്ത് വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് NDF-നെതിരെ പ്രസംഗിക്കുന്ന ആളുകൾ അതേ ആർജവത്തോടുകൂടി NDF-നെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോ എന്തുകൊണ്ടാണ് RSS ഇന്ത്യ രാജ്യത്ത് നടത്തിയ വർഗീയ കലാപങ്ങളെ കുറിച്ച് മൗനം പാലിക്കുന്നു? ഒറീസയിൽ നടത്തിയ വർഗീയ കലാപത്തെ കുറിച്ച് മൗനം പാലിക്കുന്നു. രാജ്യത്ത് നടത്തിയ സ്ഫോടനങ്ങളെ കുറിച്ച് മൗനം പാലിക്കുന്നു. ഏറ്റവും അവസാനം ആസാമിലുണ്ടായ സ്ഫോടനം ആദ്യം തന്നെ പറഞ്ഞു ഉൾഫയല്ല, അവിടുത്തെ ബോഡോ ഗ്രൂപ്പുകാരുമല്ല, ഹുജിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ മഹാരാഷ്ട്രയിലെ ATS പിടിച്ച പട്ടാള ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ അവര് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തുടങ്ങിയപ്പോ ആസാമിലെ സ്ഫോടനത്തിലേക്ക് ബന്ധം വരുന്നു. അപ്പൊ ചാടിപ്പിടിച്ച് വേഗം പറഞ്ഞു ഉൾഫയാണ്, പക്ഷേ ഉൾഫക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ഹുജിയാണ്. ഒന്നാമത് ഈ ഹുജി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടോ? കാരണം അവര് നിഷേധിക്കൂല. ഹുജി ഒരിക്കലും നിഷേധിക്കൂല. കാരണം അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ ഇത് നിഷേധിക്കുക. കാരണം ഞാൻ വിചാരിക്കും ഞാൻ ഹുജിയുടെ ആളല്ല, നിങ്ങളൊക്കെ ഹുജിയുടെ ആൾക്കാരായിരിക്കും, നിങ്ങൾ വേണമെങ്കിൽ നിഷേധിച്ചോട്ടെ, നിങ്ങൾ വിചാരിക്കും ഇവത്തിന്റെ ആളാവും. ആരും നിഷേധിക്കൂല. നേരത്തെ ഹുജിയാണെന്ന് പറഞ്ഞു, ഇപ്പൊ ഹുജിയുടെ സഹായത്തോടു കൂടിയാണ്. ATS സത്യസന്ധമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ATS-ന്റെ കൈക്ക് പിടിക്കാൻ ആരും തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ ആസാമിലുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായ RSS-ന്റെ കൈകളിലേക്ക് തന്നെ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ ഭീകരരാണവർ. അവരാണ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത്. അവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വർഗീയ കലാപത്തിന് പരിശീലനം നൽകുന്നത്. എന്നിട്ട് അവര് NDF-നെ നേരെ ഭയങ്കരമായ ആരോപണങ്ങൾ. ചാനൽ തുറന്നാ പറഞ്ഞു NDF. ഇപ്പൊ ഇന്ന് പത്രത്തിൽ അതാ 2 RSS പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കണ്ണൂരില് NDF-കാര് കൊന്നതല്ല, വേറെ ആരും കൊന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുമ്പോ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം നടന്ന് കണ്ണൂരിലെ കൂത്തുപറമ്പിൽ RSS-ന്റെ 2 പ്രമുഖ നേതാക്കന്മാർ ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും സമാധാന യാത്ര നടത്തുമോ കണ്ണൂരിലേക്ക്? ആരെങ്കിലും നടത്തുമോ? മറിച്ച് ആ സ്ഫോടനത്തിൽ എങ്ങാനും RSS-കാര് കൊല്ലപ്പെട്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് വാർത്ത വരും, 2 സ്ഫോടനം തീവ്രവാദ സംഘടനകൾക്കുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അത്രേ പത്രക്കാര് പറയുള്ളൂ. അപ്പോഴേക്ക് മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാര് തീവ്രവാദികള് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞിട്ട് അവരതങ്ങോട്ട് ഏറ്റെടുക്കും. നാണല്ലേ ഇങ്ങനെ ഒരു സംഘടന? ഇപ്പൊ ഒരു പ്രമുഖമായ സന്യാസിനിയാണ് ഈ സ്ഫോടനത്തിൽ പിടികൂടിയത്. RSS-ന്റെ ബന്ധമാണ് തെളിഞ്ഞു വന്നത്. കേരളത്തിൽ RSS-ഉം BJP-യും അല്ലാത്ത ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സംഘടന RSS-നെതിരെ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ? ആരും നടത്തിയില്ലല്ലോ. മറിച്ച് ഏതെങ്കിലും ഇല്ലാത്ത സംഘടനയുടെ പേര് പറഞ്ഞ് ആരെങ്കിലും ഒരു വാർത്ത പടച്ചുവിടുമ്പോഴേക്ക് അതിന്റെ ഉത്തരവാദിത്തം എന്തിനാണ് ഈ മുസ്ലിം നേതാക്കന്മാരെ ഏറ്റെടുക്കുന്നത്? നിങ്ങൾ ആരുടെ പിണയാളികളായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഭയങ്കര ചർച്ചയാണ് ഇസ്ലാമിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച്. എന്നിട്ട് നഖം വെട്ടാൻ പറഞ്ഞിരിക്കുന്നു ഇസ്ലാം. അത് കണ്ടില്ലേ? കാരണം നഖം വേറൊരാളെ മേല് തട്ടിയാൽ മുറിയാവൂലേ, അതുകൊണ്ടാണ് നഖം വെട്ടാൻ പറഞ്ഞത്. എത്രമാത്രം സമാധാനത്തിന്റെ ഒരു മത ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തെക്കും വടക്കും നടക്കുക. ഈ സമുദായം അതിഭയാനകമായ ഒരവസ്ഥയിൽ നിൽക്കുമ്പോ കൂടുതൽ അവരെ ശണ്ഡീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രചോദനം ലഭിക്കുന്നത്?
ഇന്ത്യ രാജ്യത്തേക്ക് സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഏജൻസിയും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദും രംഗത്ത് വന്നതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്ത് സ്ഫോടനങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയത്. അവരിവിടെ വന്ന് പണ്ഡിതന്മാർക്കും മുസ്ലിം നേതാക്കന്മാർക്കും പരിശീലനം കൊടുക്കാൻ തുടങ്ങിയപ്പോ അതിനുശേഷമാണ് മുസ്ലിം സംഘടനകള് തീവ്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തിയെ, നേരിന്റെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒന്നിച്ചു നിൽക്കുന്നത്. ഇതിനുശേഷം ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് ഒരു ധാരണയുണ്ട്, ഇവരെന്തോ ഒരു വലിയ ഏജൻസിയാണ്, അവരാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സുരക്ഷ നോക്കുന്നത്. അതോടൊപ്പം അവരുടെ കരങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ സ്ഫോടനത്തിന്റെ പിന്നിലെന്ന് ലോകതലത്തിലെ മൊസാദിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരുപാട് ചിന്തകന്മാരെ, പത്രപ്രവർത്തകരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഫലസ്തീനിലെയും അതുപോലെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ പ്രവർത്തകന്മാരുടെ ധീരമായ പോരാട്ടം വിജയിക്കാൻ കഴിയാതെ ഇപ്പോ സയനിസ്റ്റുകൾ പതുക്കെ ഇസ്രായേല് വിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത. അതിന്റെ ഭാഗമായിട്ട് ഗോവയിൽ ഒരുപാട് ജൂതരെ കുടിയേറിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇന്ത്യ രാജ്യത്തെ ഒരൊറ്റ സംഘടനക്കും യാതൊരു അനക്കവുമില്ലല്ലോ. പശ്ചിമ ബംഗാളിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ, ആസാമിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് RSS സഹായിച്ച് അവിടെയുള്ള ചില ഹിന്ദു സംഘടനകള്, ചില ഗോത്ര സംഘടനകള് മുസ്ലിങ്ങൾക്ക് നേരെ കലിതുള്ളുകയും കലാപങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷെ ഗോവയിലേക്ക് വരുന്ന ജൂത കുടിയേറ്റത്തെ കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം ഇസ്രായേലിന്റെ പിടിയിലമർന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ കങ്കാണിയായ MK നാരായണന് അമേരിക്കയുടെ സഹായത്തോടുകൂടി കേരളത്തിലോ ഇന്ത്യയിലേക്കോ വന്നുകൊണ്ടിരിക്കുന്ന ജൂതർക്കെതിരെ ശബ്ദിക്കാനോ ഉപദേശിക്കാനോ ഉള്ള തന്റെ ഇടം കാണില്ല. അങ്ങനെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തില് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിന്റെ പാതയിലൂടെ നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഒരു ശ്രമമായി പോപ്പുലർ ഫ്രണ്ട് മുന്നേറുമ്പോ ഈ രാജ്യത്തെ നല്ലവരായ മുഴുവൻ ജനങ്ങളും അവരുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഈ സംഘടനയോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആരോപണങ്ങൾ കേൾക്കുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ സന്മനസ്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരം സന്മനസ് ഈ രാജ്യത്തെ മുഴുവൻ നല്ലവരായ ജനവിഭാഗങ്ങൾക്കും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.